ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതനായി പിന്നീട് സിനിമയിലും അഭിനയിച്ച താരമാണ് സൂരജ് സൺ. പാടാത്ത പൈങ്കിളി പരമിലെ ദേവ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചായിരുന്നു സൂരജിന്റെ കരിയർ തുടങ്ങിയത്. വിജയകരമായി മാറുന്നതിനിടെ അപ്രതീക്ഷിതമായി പരമ്പരയിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. അതാവട്ടെ മറ്റൊരു വഴിത്തിരിവായി മാറുകയായിരുന്നു. ഹൃദയത്തിൽ മുഖം കാണിക്കാൻ അവസരം ലഭിക്കുകയായിരുന്നു. വിനീതിനൊപ്പം പ്രവർത്തിക്കണമെന്നത് വലിയൊരു ആഗ്രഹമായിരുന്നു. നിമിഷ നേരമേ ഉണ്ടായിരുന്നുവെങ്കിലും സൂരജിന്റെ പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു. അതിനുശേഷമാണ് അദ്ദേഹത്തിന് നായകനായി അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചത്. ആ സന്തോഷവും സൂരജ് ഫേസ്ബുക്കിലൂടെ പങ്കിട്ടിരുന്നു. സിനിമയിൽ ലൊക്കേഷനിലെ വിശേഷങ്ങളും പ്രേക്ഷകരുമായി പങ്കിട്ടിരുന്നു. മൃദുഭാവയെ ദൃഢകൃത്യയിലൂടെ നായകനായി അഭിനയിക്കാനുള്ള അവസരവും സൂരജിന് ലഭിച്ചിരുന്നു. സിനിമാ ലോകത്തുള്ളവരും പ്രേക്ഷകരും സൂരജിനെ സ്വാഗതം ചെയ്തിരുന്നു. സിനിമാ വിശേഷങ്ങൾ കൃത്യമായി അദ്ദേഹം പങ്കുവച്ചിരുന്നു. തന്റെ വീടിനെ കുറിച്ച് പറഞ്ഞ പുതിയ പോസ്റ്റാണ് ഇപ്പൊ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. പിറകോട്ട് നോക്കിയാൽ ഒരു കാലമുണ്ട്. അത് ഓർക്കുമ്പോൾ ഇന്നും അഭിമാനം തോന്നുന്നു. മഴ പെയ്യുമ്പോൾ ചോർന്നലിച്ച് ഉറങ്ങാതെയിരുന്ന് നേരം പുലർത്തുന്ന ദിവസങ്ങൾ. അന്ന് ഞാൻ സ്വപ്നം കണ്ടിരുന്നത് ഇങ്ങനെയുള്ള നല്ല വീട്ടിൽ താമസിക്കണമെന്നായിരുന്നു. ഞാൻ അമ്മയോട് പറയും, വലുതായാൽ ഞാൻ വീട് വെക്കും, കുറെ പൈസ ഉണ്ടാക്കുമെന്നൊക്കെ. ചെറുതായാലും ലോകത്ത് എവിടെ പോയാലും എന്റെ ഈ സ്വർഗത്തിൽ ജീവിക്കുന്ന സുഖം വേറെ എവിടെയും കിട്ടില്ല എനിക്ക്. പിന്നെ വീടിന് പേരിട്ടു സൺ ഹോം എന്നായിരുന്നു സൂരജ് കുറിച്ചത്. വീടിന്റെ വീഡിയോയും പോസ്റ്റിലുണ്ടായിരുന്നു. ചെറിയ ആഗ്രഹങ്ങളൊക്കെ ജീവിതത്തിൽ ഉള്ളുവെന്ന് മുൻപ് സൂരജ് വ്യക്തമാക്കിയിരുന്നു. ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ. വീട് സൂപ്പർ, ജീപ്പ്, അവിടെയുള്ളവർ സൂപ്പർ, എന്നും എല്ലാവരും ഒത്ത് ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാനാവട്ടെ. അടിപൊളി വീടാണല്ലോ. താഴ്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് തുടങ്ങി നിരവധി കമന്റുകൾ പോസ്റ്റിന് താഴെയുള്ളത്. അച്ഛനെയും അമ്മയെയും അച്ഛമ്മയും എല്ലാം സൂരജ് മുൻപ് പരിചയപ്പെടുത്തിയിരുന്നു. അടുത്തിടെയായിരുന്നു അച്ഛമ്മയുടെ വിയോഗം. ചിലർ ശാന്തരായി വീട്ടിലുണ്ടെങ്കിലും ഒരാൾക്കൂട്ടം ഉള്ളതുപോലെ നമുക്ക് തോന്നും. അവർ ഇല്ലാതായാൽ ആ ശാന്തത നമ്മൾ അനുഭവിക്കും എന്നായിരുന്നു അച്ഛമ്മയ്ക്കൊപ്പമുള്ള വീഡിയോയുടെ താഴെ സൂരജ് എഴുതിയത്. ഇതുപോലെ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.